വിവാഹം കഴിഞ്ഞാൽ മാധ്യമങ്ങൾ പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യം ഹണിമൂൺ എപ്പോഴാണ് എന്നതാണ്. എന്നാൽ ഇപ്പോൾ ജിഷ്ണുവോട് ചോദിച്ചപ്പോൾ ഹണിമൂണൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഹണിമൂൺ ഇല്ല, യാത്രകൾ തുടരും എന്ന് തന്നെയാണ് ജിഷ്ണുവും അമ്മയും പറയുന്നത്. ഹണിമൂണൊക്കെ എന്താണ്? ഞങ്ങൾ ഇത്രയും നാളും ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു, ഒരുമിച്ച് തന്നെയാണ് താമസം. ഇനി ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ കളിയാക്കും. ഞങ്ങൾ ഇത്രയും നാളും ഒരുമിച്ച് താമസിച്ചു, ഒരുമിച്ച് യാത്ര ചെയ്തു, എന്നിട്ടാണ് ഞങ്ങൾ ജീവിതത്തിൽ ഒരുമിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റേതായ രീതിയിലൊക്കെ തന്നെയും പ്രേക്ഷകരെല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. എല്ലാവരും അതേ ഉത്തരം തന്നെയാണ് ജിഷ്ണയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. രണ്ടുപേരും ലിവിങ് റിലേഷൻഷിപ്പിലാണ് എന്ന് പറയാൻ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അവരങ്ങനെ തന്നെയാണ് ഇരുന്നതും. അതുകൊണ്ട് അവർക്കത് സന്തോഷം തന്നെയായിരുന്നു. ഓരോ തവണയും അത്തരത്തിൽ വാക്കുകൾ നിറയ്ക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ പോകുന്നത്. എല്ലാവരും ഇപ്പോൾ അമ്മയോടും ജിഷിനോടും ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് നിങ്ങൾ ശരിക്കും തയ്യാറാകുന്നത്? എപ്പോഴാണ് നിങ്ങൾ യാത്ര പോകുന്നത്? എവിടേക്കാണ് ഹണിമൂൺ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ജിഷിനും അമ്മയും ഇപ്പോൾ കേൾക്കുന്നത്. സ്വാഭാവികമായി ഏത് താരങ്ങൾ വിവാഹം കഴിഞ്ഞിറങ്ങുമ്പോഴും അവരോട് പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണിത്. അത് പ്രേക്ഷകർ ഇതിനു മുൻപും കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നത് തന്നെയാണ്. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നുണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ സ്നേഹത്തോടെയാണ് ഇത്തരത്തിൽ ആളുകളെല്ലാം കാണുന്നത്. അമ്മയോടും ജിഷിനോടും വല്ലാത്ത സ്നേഹം തന്നെയാണ്. അതിപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുകയാണ്. ഇത്രയും നാളും ആ സ്നേഹം അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവർ ഇതിലൂടെ കാണിക്കുന്നു. അത്രയേറെ ആളുകളാണ് ഇപ്പോൾ ഇവരുടെ വിവാഹ വാർത്ത ഏറ്റെടുത്ത് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് നന്നായി തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ വെറുതെ സംസാരിക്കുകയല്ല, മറിച്ച് ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വാർത്തയായി മാറാനുള്ള കാരണം ഇവർ അത്രമേൽ ഏറ്റെടുക്കപ്പെട്ട ദമ്പതികൾ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം ഇവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ തുടങ്ങിയത് മുതൽ തന്നെ ആളുകൾക്ക് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുകയായിരുന്നു. പലരും അഭിപ്രായം പറയാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സന്തോഷമായി. നിങ്ങളെന്നും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കണം, എന്നും ഒരുമിച്ച് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ, അതുതന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. വളരെ നന്നായി വിവാഹ ചടങ്ങുകളെല്ലാം നടന്നു. ലളിതമായ ചടങ്ങുകളിലൂടെയാണ് ഇവർ വിവാഹം കഴിച്ചത്. ആഡംബരമൊന്നും അവർ കാണിച്ചില്ല. അവർ രണ്ടുപേരും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരെ മാത്രം ക്ഷണിച്ചു. അത്തരത്തിലാണ് വിവാഹം നടന്നത്. അതൊരു നല്ല വിവാഹം തന്നെയാണ്. ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വളരെയധികം തന്നെ സ്നേഹം തുളുമ്പുന്ന ആളുകൾ മാത്രം നമ്മുടെ കൂടെ പ്രത്യക്ഷപ്പെടുന്നതും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് എന്ന് ഏറ്റുപറയുകയാണ് പ്രേക്ഷകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.